എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു വാക്ക് പറഞ്ഞിരുന്നു. ഇനി തൊട്ട് ഞാൻ ഒരു കാര്യത്തിലും സംസാരിക്കില്ലെന്ന്. ആ വാക്ക് ഞാൻ പാലിക്കുന്നുണ്ട്, ഇനിയും പാലിക്കും. സോ ഐ റെസ്പെക്ട് ദി വേർഡ്സ് സ്പോക്കൺ ബൈ മൈ ഡോട്ടർ. 100% ഐ റെസ്പെക്ട്. ബട്ട് എന്ത് പറഞ്ഞാലും എന്റെ ചോര തന്നെയാണ്. സോ അതിനെക്കുറിച്ച് തർക്കിക്കാനോ അതിനെക്കുറിച്ച് 4 പേര് സംസാരിക്കാനോ നിൽക്കരുത്. എന്റെ ചോര, മൈ ഡോട്ടർ. ഞാൻ മാറി നിൽക്കുന്ന പറഞ്ഞത്. ഞാൻ മാറി നിൽക്കുന്ന സമയത്ത് എല്ലാവരും വന്ന് അഭിപ്രായം പറയുന്നത് വി ഹാവ് ടു റെസ്പെക്ട്. അന്ത വീഡിയോയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? യെസ്, ഐ ഫോട്ട് ഫോർ 10 years. 10 വർഷം ഞാൻ ഫൈറ്റ് ചെയ്തു. ഞാൻ സ്നേഹിക്കുന്ന, ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി എല്ലാ മാർഗവും നോക്കിയതാ. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ മാർഗവും ഞാൻ നോക്കിയതാ. സോഷ്യൽ മീഡിയ മാത്രമല്ല, ബിക്കോസ് ഐ ലവ് ട്രൂലി. ബട്ട് ഒരു സിറ്റുവേഷനിൽ അവർ തന്നെ അത് ഹർട്ടാവുന്നുണ്ടെന്ന് പറയുമ്പോൾ വി ഹാവ് ടു റെസ്പെക്ട് ദ വേർഡ്സ്. പറഞ്ഞ വാക്കായിരിക്കും. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പൊ 3 ദിവസമായിട്ട് ആരാണ് ക്യാമ്പയിനിങ് നടത്തുന്നത്? സത്യമായിട്ട് എന്നെ വിളിച്ച ഒരു മീഡിയക്കും ഇന്റർവ്യൂ ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ കൊടുക്കില്ല. ഇതിനെക്കുറിച്ച് ആരെ ഇനി ചോദിച്ചാലും ഞാൻ നാവ് തുറന്ന് ഒന്നും സംസാരിക്കില്ല. ബട്ട് ആരിനെ അറിയാത്ത ആളുകൾ കുറെ പേര് വന്നിട്ട് ഈ ടോപ്പിക് എടുത്ത് വീഡിയോ ഇട്ട് ഒക്കെ സംസാരിക്കുന്നത് ജസ്റ്റ് ഫോർ ദർ പബ്ലിസിറ്റി. അവരെല്ലാവരും അവരുടെ കുടുംബത്തെ നോക്കട്ടെ. ഒരു ബോക്സിംഗ് മാച്ച് നടക്കുന്നുണ്ട്. ആ മാച്ച് ഫൈറ്റ് ചെയ്തു ഫോർ മൈ ലവ്. ഞാൻ കളി നിർത്തി. ഐ സ്റ്റോപ്ഡ്. ഞാൻ എന്റെ ഗ്ലൗസ് ഊരി കൊടുത്ത് ഞാൻ ഇറങ്ങിപ്പോയി. പോയ ശേഷം അറേനയിൽ വന്നിട്ട് ഞാൻ ഇത് ചെയ്യും അത് ചെയ്യുന്നു പറഞ്ഞാൽ എന്താ? ഞാൻ പോയി. ആൾറെഡി ഐ എം ഗോൺ. ഡോണ്ട് വറി. എല്ലാം നന്മയ്ക്ക്. ഞാൻ മടങ്ങുവാണ്. എല്ലാം നന്മയ്ക്ക്. പ്ലീസ് റെസ്പെക്ട് മൈ ഡോട്ടേഴ്സ് വേർഡ്സ്. ഞാനേ നിർത്തി. കുറച്ച് ചെറിയ ആളുകളൊക്കെ കയറി വന്ന് കുറേ വീഡിയോസ് അവരുടെ എക്സ്പീരിയൻസിനൊക്കെ പറയുന്നുണ്ട്. അതും കൂടെ പാപ്പ ഹർട്ടാവില്ലേ? അവർക്ക് ഹർട്ടാവില്ലേ? എന്നെ വിട്ടേക്ക്. ഐ എം കീപ്പിംഗ് അപ്പ് മൈ വേർഡ്സ്. എന്റെ വാക്ക് ഞാൻ പാലിക്കുന്നുണ്ട്. നിങ്ങളും പാലിക്കുന്നത് ന്യായമല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കുക. നിർത്തുക. ഞാൻ പറയുന്നതിൽ അർത്ഥമുണ്ട്. നിർത്തുക. ഞാൻ മടങ്ങിത്തരാം. താങ്ക് യു ആൾ. ഇത് എന്റെ ഓണം, എന്റെ മൈജി ഓണം മാസോണം സീസൺ 2.